വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, വീണ്ടും വരാനിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളേറെ താല്പര്യത്തോടെ തിരുവചനത്തിൻ്റെ മുൻപിൽ ഇരിക്കുന്നു എന്നറിയുന്നതിൽ പ്രത്യേകമായി ദൈവത്തിന് നന്ദി പറയുക. ഓരോ വചന ശുശ്രൂഷയിലൂടെയും പ്രിയമുള്ളവരെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ ഹിതം എന്താണ്, തിരുഇഷ്ടം എന്താണ് എന്ന് തിരിച്ചറിയുവാൻ, ദൈവാലോചന സ്വീകരിക്കുവാൻ നമുക്ക് ദൈവം നൽകുന്ന സമയമാണ് ഓരോ വചന ശുശ്രൂഷകളും. ആയതിനാൽ വലിയ ദാഹത്തോടും പ്രതീക്ഷയോടും ആഗ്രഹത്തോടും ദൈവമേ നീ എന്നോട് സംസാരിക്കണമേ എന്നുള്ള ആ തീവ്രമായ ദാഹത്തോടെ ദൈവസന്നിധിയിൽ നിങ്ങൾ ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതങ്ങളെ കർത്താവ് തൊടും. യേശു നിങ്ങളെ അനുഗ്രഹിക്കും. ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ അവൻ നിങ്ങളെ സഹായിക്കും. അവൻ അതിനുവേണ്ട കൃപയും നിങ്ങൾക്ക് നൽകും. തിരുവചന ശുശ്രൂഷയ്ക്ക് മുമ്പായി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, എൻ്റെ മുമ്പിലായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. നീ അവരെ തൊടണമേ. അവരുടേതായ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ, അവരുടേതായ മാനസിക നിലകൾ, അവരുടേതായ അസ്വസ്ഥതകൾ എല്ലാം നീ കാണുന്നല്ലോ, നീ അറിയുന്നല്ലോ. അവർക്ക് എന്താണ് ആവശ്യമായിരിക്കുന്നത് അത് മറ്റാരേക്കാളും അധികമായി നീ കാണുന്നല്ലോ. ആയതിനാൽ അവരുടെ ആവശ്യങ്ങളിൽ നീ ഇടപെടണമേ. നീ അവരെ തൊടണമേ. നീ അവരെ സ്പർശിക്കണമേ. നിന്നെ തിരിച്ചറിയുവാൻ, നിന്നെ കണ്ടെത്തുവാൻ കർത്താവേ നീ അവരുടെ ജീവിതത്തിൽ അവസരങ്ങൾ ഒരുക്കണമേ, വഴികൾ തുറക്കണമേ. പരിശുദ്ധാത്മാവേ, ഈ നിമിഷങ്ങളിൽ നീ അവരോട് സംസാരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ
പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ആരാണ് നീതിമാൻ? നീതിമാനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? എപ്രകാരം പ്രവർത്തിക്കുന്നവനാണ് നീതിമാൻ? നീതിമാന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് എനിക്കൊരു നീതിമാനാകാൻ സാധിക്കുക? ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനാധാരമായി മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ തിരുവചനം, അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിക്കുവാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. പരിശുദ്ധ അമ്മയുടെ ഭർത്താവായ ഈ ജോസഫിനെ കുറിച്ചാണ് ഇവിടെ പറയുക. ഈ ജോസഫും കന്യകാ മേരിയുമായി ഇതാ വിവാഹ നിശ്ചയം ഉറപ്പിച്ച് വച്ചിരിക്കുക. അപ്പോൾ ആ അവസരത്തിലാണ് ജോസഫ് അറിയുന്നത് അവൾ ഗർഭിണിയാണ് എന്നുള്ളത്. വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം ഗർഭിണിയായി മാറിയാൽ ആ ഭർത്താവ് എത്രമാത്രം അസ്വസ്ഥനായിരിക്കും, ആ വ്യക്തിയിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ, മനോഭാവങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നത് മാത്രമാണ്. അതുതന്നെ ഈ ജോസഫിലും ഉണ്ടായി. എങ്കിലും ഈ ജോസഫിനെ കുറിച്ച് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ ജോസഫ് തീരുമാനിച്ചു എന്ന്. സമൂഹമധ്യത്തിൽ അവളെ അപമാനിക്കാൻ ജോസഫ് ആഗ്രഹിച്ചില്ല. സമൂഹത്തിൽ അവളെ ഇടിച്ചു താഴ്ത്താൻ ജോസഫ് ആഗ്രഹിച്ചില്ല. സമൂഹത്തിന്റെ മുമ്പിൽ അവളെ കുറ്റക്കാരിയാക്കി മാറ്റാനോ ഒരു വേശ്യയായിട്ട് മുദ്രയടിക്കാനോ ഒന്നും ജോസഫ് ഇവിടെ തുനിയല്ല. തൻ്റെ അറിവില്ലാതെ, താൻ ആഗ്രഹിക്കാതെ, എൻ്റെ സ്പർശനമില്ലാതെ വിവാഹ നിശ്ചയം കഴിഞ്ഞ ഇതാ മേരി ഗർഭിണിയായിരിക്കുക. ആയതിനാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ മേരിയോട് ജോസഫിന് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്. എന്നാൽ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായത് കൊണ്ട് അവളെ സ്വീകരിക്കുവാൻ അവനൊരു മടിയുണ്ടായി. അങ്ങനെ മടിയുണ്ടായപ്പോഴും അവളെ വളരെ രഹസ്യമായി, ആരുമറിയാതെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാതെ ഈ വിവാഹത്തിൽ നിന്ന് പിന്തിരിയുവാൻ ഈ ജോസഫ് ഇവിടെ മുതിരുകയാണ്. ഇതാണ് പ്രിയമുള്ളവരെ ജോസഫിനെ നീതിമാനായ ജോസഫ് എന്ന് വിളിക്കുവാനായിട്ട് കാരണം. ഈ ജോസഫ് നീതിമാനായതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരേ ഒരു കാര്യം ഈ ഒരു കാരണമാണ്. വിവാഹം നിശ്ചയം കഴിഞ്ഞ നാളെ എൻ്റെ ജീവിതത്തിൻ്റെ പങ്കാളിയായി മാറേണ്ട ആ വധു ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ അവളെ കുറ്റപ്പെടുത്തി അപമാനിക്കാൻ തയ്യാറാകാതെ അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തയ്യാറായ ഒരു ഭർത്താവിൻ്റെ സ്വഭാവം ഇവിടെ വെളിപ്പെടുകയാണ്. ഇത് നമുക്കോരോരുത്തർക്കും ഒരു മാതൃകയാണ്. കുടുംബജീവിതം നയിക്കുന്ന, കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്ന ഓരോ ഭാര്യ ഭർത്താക്കന്മാരുടെയും ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ്, ഒരു മാതൃകയാണ് ഈ ജോസഫിന്റെ അനുഭവം എന്ന് പറയുന്നത്. സമൂഹത്തിൽ ഭാര്യയെ ഇടിച്ചു താഴ്ത്താതെ, സ്വന്തം കുടുംബത്തിൽ മക്കളുടെ മുമ്പിൽ, മാതാപിതാക്കളുടെ മുമ്പിൽ, സ്നേഹിതരുടെ മുമ്പാകെ ഒരു സമൂഹത്തിൽ ചെല്ലുമ്പോൾ അവിടെ സ്വന്തം ജീവിത പങ്കാളിയെ
കുറ്റപ്പെടുത്തുവാനോ പരിഹസിക്കാനോ പരസ്യമായി വഴക്ക് പറയാനോ ശ്രമിക്കാതെ ഇതാ കഴിയേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെ ദൈവവചനത്തിലൂടെ ദൈവം നമ്മളെ വെളിപ്പെടുത്തി തരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള ഭാര്യ ഭർത്താക്കന്മാരെ, നമ്മുടെ ജീവിതത്തിൽ എത്രയോ ആഴമായി പതിയേണ്ട ഒരു അനുഭവമാണിത്, ഒരു തിരുവചനമാണിത്. ജോസഫിൻ്റെ ജീവിത അനുഭവം. നമുക്കും ആ മാതൃക സ്വീകരിക്കാം. നിങ്ങളുടെ ജീവിത പങ്കാളിയെ, ഭർത്താവ് ഭാര്യയെ, ഭാര്യ ഭർത്താവിനെ ദയവായി പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ മറ്റേതെങ്കിലും ഒരു വ്യക്തിയുടെ മുമ്പിൽ, സ്വന്തം കുടുംബത്തിൽ മക്കളുടെ മുമ്പിൽ പോലും ഇടിച്ച് താഴ്ത്തരുത്, കുറ്റപ്പെടുത്തരുത്, പരിഹസിക്കരുത്, തെറി വിളിക്കരുത്. പ്രിയ ഭർത്താവേ, നിന്നിൽ ആശ്രയിച്ച് നിന്നെ കണ്ടുകൊണ്ട് സ്വന്തം കുടുംബത്തെയും അപ്പനെയും അമ്മയും വീടിനെയും നാടിനെയും ഇട്ടെറിഞ്ഞിട്ട് നിന്റെ പിന്നാലെ വന്ന ഭാര്യയല്ലേ, ആ ഭാര്യയോട് ഈ പണി ചെയ്യരുത്, ഈ പ്രവൃത്തി ചെയ്യരുത്. പെണ്ണുങ്ങളുടെ മനസ്സ് ഇടിഞ്ഞു പോകുവാൻ, തകർന്നു പോകുവാൻ പ്രിയമുള്ളവരെ ഇത് കാരണമായി മാറും. ആയതിനാൽ ഭാര്യമാരെ ഭർത്താക്കന്മാരെ, ഭർത്താക്കന്മാര് ഭാര്യമാരെ, നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും സമൂഹത്തിൽ വെച്ച് മറ്റ് മൂന്നാമതൊരാളുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കുറ്റപ്പെടുത്തരുതേ, കയർത്ത് സംസാരിക്കരുതേ, വഴക്ക് പറയരുതേ, ചീത്ത വിളിക്കരുത്, തെറി വിളിക്കരുത്. അങ്ങനെ അവളെ സ്നേഹത്തോടെ സമൂഹത്തിൻ്റെ മുമ്പിൽ നാറ്റിക്കാതെ, ഇടിച്ചു താഴ്ത്താതെ, സമൂഹം അറിയാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ ജോസഫ് ശ്രമിച്ചതുപോലെ നിങ്ങളും ശ്രമിക്കുമ്പോൾ നിങ്ങൾ നീതിമാനായി മാറ്റപ്പെടുക ചെയ്യുന്നത്. ഹല്ലേലൂയ. ഒന്ന്, നീതിമാന്റെ ലക്ഷണങ്ങളിൽ ഒന്ന് നമ്മളിപ്പോൾ കണ്ടു, ജോസഫിന്റെ അനുഭവം. രണ്ട്, നീതിമാൻ ആരാണ്? ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ ഇങ്ങനെ പറയുന്നു: ഉസ്ദേശത്ത് ജോബ് എന്നൊരാൾ ഉണ്ടായിരുന്നു. തിന്മയിൽ നിന്നകന്ന് ദൈവഭക്തനായി ജീവിച്ചവൻ നിഷ്കളങ്കനും നീതിനിഷ്ഠനുമായിരുന്നു. തിന്മയിൽ നിന്നകന്ന് ദൈവത്തിൻ്റെ നീതിയിൽ ജീവിച്ച, പാപത്തിൽ നിന്നകന്ന് ദൈവഭക്തിയിൽ ജീവിച്ച നീതിമാനായ ജോസഫ്. പ്രൈസ് ദി ലോർഡ്. ആ ലോകത്തിലുള്ള ഉസ്ദേശ് എന്ന് പറയുന്ന ആ ദേശത്തുള്ള സകല മനുഷ്യരും പാപത്തിൽ മുന്നോട്ട് പോയപ്പോൾ അതിനിടയിൽ ഒരു വ്യക്തി ഇതാ വേറിട്ട് നിൽക്കുകയാണ്. ഇവിടെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാ? ഉസ്ദേശത്ത് ജോബ് എന്നൊരാൾ ഉണ്ടായിരുന്നു. ജോബ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ജോബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജോബ് മാത്രമല്ല ആ ദേശത്തുണ്ടായിരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് വചനം ഇങ്ങനെ പറയുന്നത്? ജോബിനെ പോലെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ജോബിനെ പോലെ വേറൊരാൾ അവിടെ ഉണ്ടായിരുന്നില്ല. എന്താണ് ആ ദേശത്തുള്ള വ്യക്തികളിൽ നിന്ന് ജോബിനെ വേർപെടുത്തിയ, മാറ്റി നിർത്തിയ ഘടകം? അവൻ തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്തവനായിരുന്നു. അവൻ നീതിനിഷ്ഠനായിരുന്നു. ദൈവത്തോട് ചേർന്ന് ജീവിച്ചവനായിരുന്നു. അപ്പൊ നീതിമാന്റെ ലക്ഷണം എന്താ? ഒന്ന്, തിന്മയിൽ നിന്ന് ഏറെ അകന്ന് ജീവിക്കുന്ന ഒരു ജീവിത ശൈലി. പ്രിയമുള്ളവരെ, അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പാപത്തെ കെട്ടിപ്പിടിച്ച് നടക്കരുത്. പാപത്തിൻ്റെ തോളിൽ കൈയിട്ടു നമ്മൾ നടക്കരുത്. വചനം പറയുന്നു, പാപികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാത്തവൻ ഭാഗ്യവാൻ, പരിഹാസികളുടെ പീഠത്തിൽ ഇരിക്കാത്തവൻ ഭാഗ്യവാൻ എന്നൊക്കെ ദൈവവചനം പറഞ്ഞിരിക്കെ പാപവുമായി നമുക്കൊരു ബന്ധമുണ്ടാകരുത്. പാപവുമായി നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാകരുത്. ലോകം, പാപം, പിശാച്
ഇവയിൽ നിന്ന് നമ്മൾ ഏറെ അകന്ന് ജീവിക്കണം. നമ്മൾ ഈ ലോകത്തിലാണെങ്കിലും ഈ ലോകം നമ്മുടെ അകത്ത് കയറാൻ പാടില്ല. വള്ളം വെള്ളത്തിലാണെങ്കിലും വെള്ളം വള്ളത്തിനകത്ത് കയറിയാൽ ആ വള്ളം മുങ്ങിപ്പോകും. എന്നാൽ വെള്ളത്തിൻ്റെ മുകളിൽ എത്ര വർഷം വേണമെങ്കിലും വള്ളത്തിന് ജീവിക്കാം, സഞ്ചരിക്കാം. ഇപ്രകാരം നമ്മൾ ഈ ലോകത്തിലാണെങ്കിലും ഈ ലോകം നമ്മുടെ അകത്ത് കയറാൻ പാടില്ല. അങ്ങനെ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ ജോബ്. ആ ദേശത്ത് ഒരു വ്യക്തിയെ ദൈവം കണ്ടു. തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്ത് നീതിനിഷ്ഠയിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ച ഒരു വ്യക്തി. ഹല്ലേലൂയ. ആയതിനാൽ ഈ ജോബിൻ്റെ അനുഭവം നമ്മുടെ അനുഭവമായി മാറട്ടെ. തിന്മയിൽ നിന്ന്, പാപത്തിൽ നിന്ന്, പാപസുഖങ്ങളിൽ നിന്ന് ഏറെ അകന്ന് ജീവിക്കുന്ന ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാം. അങ്ങനെ നീയും ഒരു നീതിമാനാകുക. ഒരു നീതിമാന്റെ മൂന്നാമത്തെ സ്വഭാവം ഇതാ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 6-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. സക്രിയ എലിസബത്ത് ദമ്പതികളെ കുറിച്ചാണ് ഈ തിരുവചന ഭാഗത്തിൽ ഇവിടെ പ്രതിപാദിക്കുന്നത്. സക്രിയ എലിസബത്ത് ദമ്പതികൾ വിവാഹം കഴിച്ചു. വളരെയേറെ വർഷങ്ങൾ മുന്നോട്ട് ദാമ്പത്യ ജീവിതം പോയെങ്കിലും അവർക്കൊരു കുഞ്ഞുങ്ങളെ ലഭിച്ചില്ല. ഒരു കുഞ്ഞിക്കാലി കാണുവാൻ അവർക്ക് സാധിച്ചില്ല. അപ്പോഴും ബൈബിൾ പഠിപ്പിക്കുന്നു അവർ പതിവായി ദേവാലയത്തിൽ പോകുമായിരുന്നു എന്ന്. അവരുടെ പതിവ് സ്വഭാവമായിരുന്നു ദേവാലയത്തിൽ പോകുക എന്ന്. മാത്രമല്ല 6-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, അവർ കർത്താവിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരായിരുന്നു. എങ്ങനെ? കർത്താവിൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരായിരുന്നു സക്രിയ എലിസബത്ത് ദമ്പതികൾ. ഹല്ലേലൂയ. ഇവിടെ എന്താണ് നീതിമാന്റെ മറ്റൊരു ലക്ഷണം? ദൈവകൽപ്പനകൾ, ദൈവവചനങ്ങൾ കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരായി മാറുക. ഇത് സാധ്യമാണോ? ഇത് നടക്കുവോ? എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റുന്നത് ചിലപ്പോൾ ഈ നടക്കുകയില്ല. കുറ്റമറ്റ വിധം കൽപ്പന അനുസരിക്കാൻ പറ്റുമോ? അസാധ്യം. പ്രിയമുള്ളവരെ, ആ അസാധ്യം എന്നുള്ള ആ സ്ഥാനത്തേക്കാണ്, ആ അവസ്ഥയിലേക്കാണ് ദൈവം തൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അഭിഷേകമാണ്. നിനക്ക് അസാധ്യമായ ആ സ്ഥാനത്തേക്ക് ദൈവത്തെയോ ദൈവകൽപ്പനകളെയോ അനുസരിക്കാൻ നീയായിട്ട് നിനക്ക് സാധ്യമല്ല. ആ അവസ്ഥയിലേക്ക് ദൈവത്തിൻ്റെ ശക്തി, അത്യുന്നതൻ്റെ കൃപ, അവൻ്റെ അഭിഷേകം നിങ്ങളുടെ മേൽ കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് ആ കൽപ്പനയെ അനുസരിക്കാൻ സാധിക്കും. ഭാരമില്ലാതെ, ഒരു ഭാരവുമില്ലാതെ ദൈവവചനത്തെ അനുസരിക്കാൻ, അത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഹല്ലേലൂയ. അപ്പോൾ സക്രിയ എലിസബത്ത് ദമ്പതികൾ അവർ കുറ്റമറ്റ വിധം കർത്താവിൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും അവരനുസരിച്ച് അനുസരിച്ച് 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 പോന്നിരുന്നു. അതൊരു പതിവ് സ്വഭാവമായിരുന്നു. ഒരാഴ്ചത്തേക്ക് ധ്യാനം കൂടി ഒരാഴ്ചത്തേക്ക് കൽപ്പന അനുസരിക്കുകയല്ല. ധ്യാനം കൂടി ഒരു മാസത്തേക്ക് അത് നീണ്ടു നിന്നില്ല. അങ്ങനെയായിരുന്നില്ല. വർഷങ്ങളായി, കാലങ്ങളായി ഒരു പതിവ് ശൈലിയായിരുന്നു ദൈവത്തെ, ദൈവകൽപ്പനകളെ അനുസരിച്ച് മുന്നേറുക എന്നുള്ളത്. അതാണ് അവരെ നീതിമാന്മാരാക്കിയ ഒരു കാരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരുന്നിട്ടും എല്ലാ ദിവസവും അവർ പള്ളിയിൽ പോയിരുന്നു. അവര് പിറുപിറുത്തില്ല, ദൈവത്തിനെതിരെ പരാതി പറഞ്ഞില്ല.
ഈ ദൈവ വഴിയെ നടന്നിട്ട്, ഈ ഹല്ലേലൂയ പറഞ്ഞിട്ട്, ഈ സ്തോത്രം പറഞ്ഞിട്ട്, എല്ലാ ദിവസവും പള്ളി വന്നിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലല്ലോ, ഇനി എന്തിനാ ഞങ്ങൾ വരുന്നത്, എന്തിനാ പള്ളിയിൽ പോകുന്നത് എന്ന് അവർ പരാതി പറഞ്ഞില്ല. ഇതൊന്നും കിട്ടാതിരുന്നപ്പോഴും അവർ ദൈവവുമായിട്ടുള്ള ബന്ധം ഇതാ തുടർന്നുകൊണ്ടിരുന്നു. കണ്ടോ, നമ്മുടെ ഭൗതികമായി നമുക്ക് ലഭിക്കേണ്ട ഏതെങ്കിലും സ്ഥാനമാനങ്ങളോ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ ഇതുമായി ബന്ധപ്പെട്ടല്ല നമ്മൾ ദൈവിക ബന്ധം വളർത്തേണ്ടത്. നമുക്ക് അവയൊക്കെ ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അതിനപ്പുറമാണ് ദൈവവുമായിട്ടുള്ള ബന്ധം. അതാണ് സക്രിയ എലിസബത്ത് ദമ്പതികൾ ചെയ്തത്. അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരുന്നപ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധം നിലനിർത്തി. ദൈവ കൽപ്പന അവരനുസരിക്കുന്നതിൽ കൂടുതൽ ജാഗ്രതയുള്ളവരായി മാറി. അതാണ് അവരെ നീതിമാന്മാരാക്കിയ കാര്യം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ നിങ്ങൾക്കും ഒരു നീതിയുടെ വഴിയെ യാത്ര ചെയ്യാം. നിങ്ങൾക്കും ഒരു നീതിമാനായി മാറാം. എങ്ങനെ? ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കൽപ്പനകൾ കുറ്റമറ്റ വിധം അനുസരിക്കുന്നതിലൂടെ എങ്ങനെ നമുക്ക് സാധിക്കും? അതിനാണ് ദൈവം തൻ്റെ കൃപ നമുക്ക് തരുന്നത്. അതിനാണ് ദൈവം തൻ്റെ അഭിഷേകം തരുന്നത്. അതാണ് പൗലോസ്ലീഹ പറയുന്നത്, എന്നെ ശക്തിപ്പെടുത്തുന്ന, എന്നെ അഭിഷേകം ചെയ്യുന്ന കൃപയാൽ, അഭിഷേകത്താൽ ശക്തിപ്പെടുത്തുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും, എല്ലാം ചെയ്യാൻ സാധിക്കും. യെസ്, ഇതിന് നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുക. പ്രിയമുള്ളവരെ, ഈ അഭിഷേകം നമ്മളിലേക്കും കടന്നു വന്ന ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ, ഈ ലോകത്തിൽ ഒരു പാപത്തിൽ നിന്നകന്ന്, തിന്മയിൽ നിന്നകന്ന്, കുറ്റമറ്റതും ദൈവകൽപ്പനകൾ അനുസരിച്ച് അതെ ഒരു വിശുദ്ധ ജീവിതം നയിക്കാനുള്ള കൃപ കർത്താവ് നമുക്ക് തരട്ടെ. അതിനായി നമുക്ക് തുടർന്നുള്ള നിമിഷം പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഏറ്റെടുക്കണമേ യേശുവേ. ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നിൽ നിന്ന് ഏറെ അകന്നു പോയി ഞങ്ങള് തിന്മയിൽ ഞങ്ങൾ ഇതാ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. തിന്മയുടെ വഴിയെ ഞങ്ങൾ നടന്നുപോയി. കർത്താവേ, ഞങ്ങളുടെ മേൽ നീ കരുണ തോന്നണമേ. എന്റെ ജീവിത പങ്കാളിയെ സ്വീകരിക്കാനോ അവളെ അംഗീകരിക്കാനോ സ്നേഹിക്കാനോ പലപ്പോഴും ഞാൻ മറന്നുപോയി. അവളുടെ ചെറിയ കുറ്റങ്ങൾ പോലും, എൻ്റെ ഭർത്താവിൻ്റെ ചെറിയ കുറ്റങ്ങൾ പോലും മറ്റുള്ളവരുടെ മുമ്പിൽ, എൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ, സ്നേഹിതരുടെ മുമ്പിൽ, മക്കളുടെ മുമ്പിൽ ഞാനിതാ വെളിപ്പെടുത്തുന്നു. കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി അവരുടെ മുമ്പിൽ ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് താഴ്ന്നു പോകുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. കർത്താവേ, കരുണ തോന്നണമേ, ഇടപെടണമേ. ദൈവത്തെ സ്നേഹിക്കാനോ കൽപ്പനകൾ അനുസരിക്കാനോ സാധിക്കുന്നില്ല. ധ്യാനം കൂടുന്ന ചില ദിവസങ്ങളിൽ മാത്രം ആ ചൈതന്യം നിലനിൽക്കുന്നു. പിന്നീട് ഈ ലോകത്തിൽ ലോകപ്രകാരം ഞാൻ ജീവിച്ചു പോകുന്നു. പ്രിയമുള്ളവരെ, ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരും യേശുവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ഇരു കരങ്ങളെയും ഉയർത്തി ഈ കൃപയ്ക്ക് വേണ്ടി സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ. പാപത്തിനെതിരെ നിൽക്കുവാൻ, വിശുദ്ധിയോടെ നിൽക്കുവാൻ, തിന്മയിൽ നിന്നകന്ന ഒരു വിശുദ്ധ ജീവിതം ഈ ലോകത്തിൽ നയിക്കുവാൻ, ഒരു വിശുദ്ധ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുവാൻ കർത്താവേ, ഈ മക്കളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. അതിനുള്ള കൃപ കൊടുക്കണമേ. ഈ ലോകത്തിലാണെങ്കിലും ഈ ലോകത്തിൻ്റെ ഇല്ലാത്ത ഒരു ജീവിതം നയിപ്പാൻ കൃപ കൊടുക്കണമേ, കൃപ കൊടുക്കണമേ. ഓ ദൈവകൽപ്പനകൾ അനുസരിച്ച് അനുസരണമുള്ള മക്കളായി
ദൈവത്തിന് വിധേയപ്പെട്ട ജീവിതം നയിപ്പാൻ അനുസരണത്തിന്റെ ആത്മാവിനാൽ ഈ മക്കളെ നിറയ്ക്കണമേ. ദൈവകൽപ്പനകളെ ഭാരമില്ലാതെ സ്വീകരിക്കുവാൻ, ആ വചനത്തിൽ ജീവിക്കുവാൻ കൃപയും അഭിഷേകവും മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകത്താൽ നിറയട്ടെ, വിശുദ്ധിയാൽ നിറയട്ടെ. നീതിമാന്റെ അഭിഷേകം, ആ അഭിഷേകം, ആ കൃപ ഈ മക്കളുടെ മേൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അത്ഭുത കൃപയാൽ, അത്ഭുത വിടുതൽ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഉന്നതത്തിലുള്ള ശക്തിയെ ഇവരുടെ മേൽ ഇപ്പോൾ തന്നെ പറന്നിറങ്ങണമേ, ഇവരുടെ മേൽ വ്യാപരിക്കണമേ. അഗ്നിയാൽ അഭിഷേകമായി നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ദൈവകൃപ വ്യാപരിക്കട്ടെ, ദൈവകൃപയാൽ നിറയട്ടെ. കണ്ണുനീര് മാറട്ടെ, ബലഹീനങ്ങൾ മാറട്ടെ. ദൈവശക്തി എല്ലാ മേഖലകളിലും തലങ്ങളിലും വ്യാപരിക്കട്ടെ. മനസ്സ്, ഹൃദയം, ആത്മാവ് അഭിഷേകത്താൽ നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപജനനായ സ്തോത്രം. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ